നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇസ്രയേൽ ഗസയിലെ ഹോസ്പിറ്റലിൽ നടത്തിയ ആക്രമണത്തിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മെലനി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അത് പരിധി കടക്കുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ലോകം ഈ ഒരു കാര്യത്തിൽ കൂടുതലായി ഇടപെടണം, ഗസയിൽ സമാധാന ഉടമ്പടി അത് കൊണ്ടുവരണമെന്നും ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറ്റലി ഗസയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ ഗസയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് ഈ ഇറ്റലി എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യം, ആ ഒരു രാജ്യം ഇസ്രയേലുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മെലനിയും ബെഞ്ചമിൻ നെതന്യാഹുവും ഇതിനു മുമ്പ് തന്നെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളതാണ്. ഇസ്രയേലിന്റെ യൂറോപ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളി കൂടിയാണ് ഇറ്റലി എന്ന് പറയുന്ന രാജ്യം. അങ്ങനെയുള്ള ഇറ്റലിയും അങ്ങനെയുള്ള ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററുമാണ് ഇപ്പോൾ ഇസ്രയേൽ അതിര് കടക്കുന്നു എന്നൊരു വാദവുമായി മുന്നോട്ട് വരുന്നത്. എന്നാൽ ഇതിനെതിരെ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ആരും കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം, അതായത് ഇറ്റലിക്കെതിരെയോ അല്ലെങ്കിൽ മെലനിക്കെതിരെയോ ആരും കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണവും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത് ഔദ്യോഗികമായിട്ട് ഉണ്ടായിട്ടില്ല, അല്ലാതെയും ഉണ്ടായിട്ടില്ല. അതിനിടെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഖാൻ യൂനിസിലെ നാസർ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 4 തവണയോളമാണ് ഇസ്രയേൽ ആക്രമണം ഉണ്ടായത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനു മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഏകദേശം 2 പ്രാവശ്യം ആക്രമണം ഉണ്ടായി എന്നാണ്. എന്നാൽ ഇപ്പോൾ അത് വരുന്നത് 2 അല്ല 4 പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിലേക്ക് ആക്രമണം ഉണ്ടായി. ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ സ്കൂളുകൾ തുടങ്ങിയവയൊന്നും തന്നെ ആക്രമിക്കരുത് എന്നാണ് ഇന്റർനാഷണൽ ലോ പറയുന്നത്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒരു ആക്രമണത്തിൽ ഏകദേശം 20ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഗസയിലേക്ക് ജേർണലിസ്റ്റുകളെ സ്വതന്ത്രമായിട്ട് കടത്തി വിടാറില്ല. അതായത് പുറത്തു നിന്നുള്ള വിദേശികളായിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്. അവരെ അകത്തേക്ക് അധികം കടത്തിവിടാറില്ല, ഗസയുടെ അകത്തേക്ക് കടത്തിവിടാറില്ല. എന്നാൽ അവിടെ നിന്നുള്ള വീഡിയോകൾ അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഇമേജുകൾ എല്ലാം തന്നെ അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ കൂടുതൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഇസ്രയേലിന്റെ ഒരു ഭാഗമെന്ന് പറയുന്നത്, അവർ പറയുന്ന ഒരു കാര്യം, ഹമാസ് ആശുപത്രിക്കുള്ളിൽ നിന്ന് ആക്രമണം നടത്തുന്നുണ്ട്, അതിനാൽ തന്നെയാണ് ഞങ്ങൾ തിരിച്ച് ആക്രമിച്ചത് എന്നാണ് ഇസ്രയേലിന്റെ ഭാഷ്യം. എന്നിരുന്നാലും ഇത്തരമൊരു ആക്രമണം അത് വൻ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വൻ പ്രതിഷേധം ഇപ്പോൾ ഇതിനെതിരെ, ഈ ഒരു ഇൻസിഡന്റിനെതിരെ ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്.